എന്തായിരുന്നു പിള്ളേരുടെ പ്രകടനം അല്ലേ അല്ലേ അങ്കിളെ? അല്ലേ അങ്കിളല്ല, ഇതുപോലൊന്നും കണ്ടിട്ടില്ല. ശരി, അപ്പൊ ഇനി നമ്മുടെ ഈ നിറ സദസ്സിന് വേണ്ടി വയറൊക്കെ നിറയ്ക്കാനായിട്ട് നമ്മുടെ സാറാമ്മ ആന്റി നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അത് ചെങ്ങന്നൂർ സ്പെഷ്യൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ബിരിയാണിക്ക് നമ്മൾ ആരും കാണാത്ത ഒരു ചേരുവ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആർക്കെങ്കിലും പറയാതെ എന്താണ്? മൊഹബത്ത്. അത് അല്ല, അത് പറ്റൂല. അല്ല, ശരിക്കും അങ്ങനെ നമുക്ക് പറയാം. നമുക്ക് കൂട്ടായ്മയുടെ ഒരു രുചി അല്ലേ ഏട്ടാ? ചേട്ടൻ അത് തന്നെയാണല്ലോ ഉദ്ദേശിച്ചത്, പിന്നല്ല. അപ്പം ആ കൂട്ടായ്മയുടെ രുചി, അപ്പൊ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കുടുംബ ബിരിയാണി നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം അല്ലേ? മുമ്പോട്ട് പോകത്തില്ല കേട്ടോ. അപ്പൊ ഫെലോഷിപ്പ് ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്കൊന്ന് സാറാമ്മ ആന്റി പറഞ്ഞുതരും. ആന്റി പറഞ്ഞു തുടങ്ങി. എല്ലാം കൂടെ നമ്മളൊരു പരുവത്തിൽ മുറ്റത്ത് വെച്ചുള്ള ഒരു കുക്കിംഗ് അല്ലേ ആന്റി? ഇതിനുശേഷം ഇവിടെ വീണ്ടും പരിപാടികളുണ്ട്, പടക്കമൊക്കെ പൊട്ടിക്കണം. അതിനുവേണ്ടി ഒരു എനർജിക്ക് വേണ്ടിയാണ് ഇവിടെ ബിരിയാണി ചെയ്യാൻ പോകുന്നത്. ഇഞ്ചി വെളുത്തുള്ളി, ഇത് ഇഞ്ചി വറുത്ത് വെച്ചേക്കുന്നു, വെളുത്തുള്ളി വറുത്ത് വെച്ചേക്കുന്നു, നന്നായിട്ട് കൊത്തിയരിഞ്ഞ് വറുത്ത് വെച്ചേക്കാണ്. കൊത്തിയെല്ലാം നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് അത് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ അത് രണ്ടും ഉണ്ട്. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഗരം മസാല ഉണ്ട്, മുട്ടയുണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്, കറുകപ്പട്ട, ഏലക്ക, തൈര്, മല്ലിയില, ജീരകം, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, പുതിന, മറ്റേത് മല്ലി വറുത്തരച്ചതല്ലേ? വറുത്തൊന്നും അരച്ചില്ല, മല്ലിയില അരച്ചത്. മല്ലിയില അരച്ചത്, മഞ്ഞൾ പൊടി, സവാള വഴറ്റി, മഞ്ഞൾ പൊടി, സവാള എങ്ങനെ വഴറ്റി വെച്ചേക്കുന്നു. നട്ട്സ് എങ്ങനെയുണ്ട്? കൊത്തിയരിഞ്ഞാണ് വഴറ്റിയത്? കൊത്തിയരിഞ്ഞ് വഴറ്റിയതുണ്ട്, ഉപ്പുണ്ട്, പിന്നെ നട്ട്സ് അരച്ചതുണ്ട്, ഗ്രാമ്പു ഉണ്ട്, നെയ്യുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം കേട്ടോ, നമ്മുടെ ഈ കൂട്ടായ്മ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെ അരി അപ്പുറത്ത് നമ്മൾ റെഡിയാക്കി പാകത്തിന് ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒന്ന് ബിജു ചേട്ടൻ പറയാം, നോക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്കി ശ്രമിച്ചേ. ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോ ഈ വെള്ളം തിളക്കി, അപ്പൊ നമുക്ക് അരിക്ക് വേണ്ടിയ ആ ഒരു സെപ്പറേറ്റ് ഒരു ഇതുണ്ട്, അതങ്ങോട്ട് പറയാം. എല്ലാം കൂടെ ആകുമ്പോൾ കൺഫ്യൂഷൻ. അപ്പൊ അരിക്ക് വേണ്ട സംഭവങ്ങൾ സാറാമ്മ ആന്റി ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മള് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഈ ഡാൻസ് കളിക്കുന്ന സമയം കൊണ്ട് വെള്ളം പാകത്തിന് തിളപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വിപിൻ ചേട്ടൻ ഇതാ ആന്റിയെ സഹായിച്ചുകൊണ്ട് ആണുങ്ങളുടെ പ്രാതിനിധ്യം അവിടെ. ഈ വെള്ളത്തിന്റെ അകത്തോട്ട് അരി വേകാനുള്ള വെള്ളമാണ്. ഇതിന്റെ അകത്തോട്ട് നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾ പൊടി ഇപ്പോഴേ മഞ്ഞൾ പൊടിയും ഇടുകയാണല്ലേ? ആ ചോറിനൊരു നിറം വരാൻ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടു. മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് വെളുത്തുള്ളി പേസ്റ്റ് ആണോ ഇഞ്ചി പേസ്റ്റ് ആണോ? ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിന്റെ കണക്കുകളൊന്നും ഈ കൂട്ടായ്മ ബിരിയാണിയിൽ പറയാൻ പറ്റുമോ മാമനെങ്കിലേ? ഇല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ മനക്കണക്കാണ്. എല്ലാം മുഖവിലേക്ക് എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ആന്റി ഒരു സംശയം, അത് മാത്രം കാര്യം നമ്മൾ എത്ര അരി എടുത്തിട്ടുണ്ട്, അതിന് എത്രമാത്രം വെള്ളം, എങ്ങനെയാണ് ആന്റിയുടെ മനക്കണക്ക്? ഇതിപ്പോ ഞാനങ്ങ് വെള്ളം ഇതിനകത്ത് നിന്ന് അരി കോരി എടുക്കുക. നമുക്ക് നല്ലപോലെ വെള്ളം വെക്കാം. കണക്കുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ശരി. അപ്പൊ ഇതിന് ഒരു തിള കിട്ടണം. ഇല്ല, ഇതിപ്പോ തിളച്ചോണ്ടിരിക്കുകയാണ്. പാകത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ വേണ്ടത്, വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇനി അടുത്തത്, ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ കുട്ടികളെല്ലാം? അല്ലല്ല, അരി കണ്ടോ, മാമനെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുക്കണം. കറക്റ്റ്. അവിടത്തെ അവര് നോക്കിയോളൂ ചേട്ടാ. അവിടത്തെ കാര്യം ഒന്ന് അവിടെ തീ കത്തിക്കും. തീ കത്തിക്കാൻ ധൈര്യമുള്ള ആരും കത്തിക്കൂ. ബിച്ചേട്ടാ, ആ ഉരുളി ഒന്ന് എടുത്ത് മാറ്റി കൊടുത്ത ആരെങ്കിലും. അപ്പൊ ഇവിടത്തെ എണ്ണ തിളച്ചു കഴിഞ്ഞു. നമ്മള് ഇഞ്ചിയാണോ അത്? ഇഞ്ചി വറുത്തത് മുഴുവനും കിട്ടും കേട്ടോ ആന്റി, കുഴപ്പമില്ല. അതൊക്കെ ഒരു കണക്കിൽ ആന്റി റെഡിയാക്കി വെച്ചേക്കാണല്ലേ? ഇനി അടുത്ത വെളുത്തുള്ളി നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിലേക്ക് ഇടുന്നത്. എന്താ ചേച്ചി? അതാ തട്ടാ, സവാളയും കൂടെ തട്ടുകയാണ്. ഈശ്വര, പാത്രങ്ങൾ പുറകോട്ട് മാറ്റിക്ക് വന്നിട്ട് ഉരുളിയും പോവും, പാത്രവും പോവും. ഉരുളി. അപ്പൊ സവാളയുണ്ട്, തീ കൂടുതലാ. എനിക്ക് വയ്യ. ബിജു ചേട്ടൻ ഒരു ഒന്നാം തരം ആർക്കിടെക്റ്റും അതിന്റെ ഒപ്പം പാചകക്കാരനും കൂടെയാണല്ലേ? പിന്നല്ല.
നാരങ്ങ നീര് ഇവിടെ ശ്രദ്ധിക്കണം പ്രേക്ഷകർ, ഇവിടെ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുകയാണ്. നന്നായിട്ട് തിള തുടങ്ങിയപ്പോഴത്തേക്ക് നാരങ്ങ നീര് ഒഴിക്കുകയാണ്. ഇവിടെ അരിയുണ്ട്, മഞ്ഞൾ പൊടിയുണ്ട്, ഉപ്പുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അല്ലെ ആന്റി? ഇത്രയുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ചപ്പോഴത്തേക്ക് നാരങ്ങ നീര് ഇട്ട് കൊടുത്തു. വലിയ ബേണറിലാണ് കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഇവിടെ എന്തോ അല്ല പറയാതൊന്നും ചെയ്യരുത്, ദേഹക്കാരി പറയാതൊന്നും ചെയ്യരുത്. മുളക് പൊടി ഇട്ടോ? പ്രേക്ഷകർക്ക് അളവും കിട്ടും. കഴിയുന്നുണ്ടോ? ടിപ്പറിലാണോ തൊട്ടുന്നത്? രണ്ട് എന്റെ പൊന്നമ്മ, ഹാപ്പി ക്രിസ്മസ് ഒക്കെ കൂടെ. ഇത് കുറച്ചിട്ടാ മതി. അടുത്ത മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടാ മതി. 4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി. ബിജു ചേട്ടന്റെ അതിവിദഗ്ധമായ ഇളക്കം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ല, പക്ഷെ ഇതിന്റെ ഇടയിലെ ചേട്ടാ അല്ല, മാമനെങ്കിലോട് ഈ മുട്ടയൊന്ന് പൊളിച്ചു വെക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടെ, മാമനെങ്കിലും ചേട്ടനും ചുമ്മാ ഇരിക്കുക. മുട്ടയൊന്ന് പൊളിച്ചു വെച്ചേ. ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കണ്ട്രാക്ട് വിടാം. മാമനെങ്കിൽ അങ്കിൾ തിന്നരുത്. അയ്യോ, മാമനെങ്കിലെ പറ്റിക്കല്ലേ. ഇവിടെ ഗരം മസാല ഇടാൻ പോവാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിക്കും ശേഷം ഗരം മസാല. അത് എത്ര സ്പൂണാ? അവിടെ നോക്ക്, അമ്മയല്ല അച്ഛൻ, ഇങ്ങോട്ട് നോക്ക്. ഗരം മസാല 1 സ്പൂൺ. ഗരം മസാല ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് 1 സ്പൂൺ ഇട്ടു. എല്ലാം അമ്മയെടുത്ത് ചോദിച്ചിട്ടേ ചെയ്യൂ. മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. അപ്പൊ അമ്മയുടെ തല ഇരിക്കട്ടെന്നല്ലേ? അതിന്റെ അകത്ത് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടല്ലോ. മല്ലിയില, പുതിന പേസ്റ്റ്. മല്ലിയില പേസ്റ്റും ഉണ്ട്. അപ്പൊ ഇവിടെ ചോറ് കോരാൻ സമയമായിട്ടുണ്ട്. അതിന് എടുക്കാം. ചോറും കോരിക്കോ. അപ്പൊ അവിടെ ചോറ് നമ്മുടെ ബിബിൻ ചേട്ടൻ കോരി എടുക്കുകയാണ്. ആ സമയം കൊണ്ട് സാറമ്മേന്റെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഇങ്ങോട്ട് വന്നോളൂ. അവിടെ ബിബിൻ ചേട്ടൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്? ചട്ടിയിലേക്ക് ചാടുന്നത് തക്കാളി ഇടുകയാണ്. ഇതിന്റെ കണക്കൊന്നും നിർഭാഗ്യവശാൽ നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. കാര്യം ഒരു കൂട്ടായ്മ ബിരിയാണി ആകുമ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും. തക്കാളി ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വിട്ട് ബീഫ് ചേട്ടൻ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തത് എന്താണ്? അവിടെ നമ്മൾ ചോറിന്റെ കാര്യം ശ്രദ്ധിക്കണ്ടല്ലോ. വേണ്ട. ആൻഡ് ഈ അവസരത്തിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര കിലോ അരിക്ക് എത്ര കിലോ ഇറച്ചി? അതെങ്കിലും പറഞ്ഞു കൊടുക്കാം. 1 കിലോ അരിക്ക് 1.5 കിലോ. 1 കിലോ അരിക്ക് 1.5 കിലോ ഇറച്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ശരി ബീച്ചേട്ടാ, ആയിക്കോട്ടെ. ആ സമയം ഞാൻ ഇളക്കി തരാം. ബീച്ചേട്ടാ, ഇനി ഇവിടെ ഒന്ന് ഇളക്കിക്കോളൂ. ഇങ്ങനെ വേണം ഇളക്കാൻ. എന്നെക്കാട്ടി നന്നായിട്ട് മാമച്ചായൻ ഇളക്കുമെന്നാ പറഞ്ഞത്. വേണ്ടല്ലേ? ബീച്ചേട്ടനെ പോലെ ഇളക്കാൻ വേറെ ആരുമില്ല. ആസ്ഥാന ഇളക്കുകാരനാണ്. ഇനി കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിന്റെ പരുവം നോക്കണേ ആന്റി. നോക്കണം. ഇട്ടിട്ടില്ല. അപ്പൊ എത്ര ആന്റി ഇട്ട് കൊടുക്കാം? ഇനി ഞാൻ നല്ലപോലെ 1 സ്പൂൺ. അയ്യോ, അങ്ങോട്ട് ഇട്ടോ ധൈര്യമായിട്ട്. ഈശ്വര, കൂടത്തൊന്നുമില്ല. പുകഴ്ത്തും തോറും ഇളക്കിന്റെ ആക്കം കൂടുക. തൈര് ചേർത്തോളൂ. ഒരു കവർ മുഴുവൻ അല്ലേ? ഒരു കവർ മുഴുവൻ വേണ്ട, പകുതി മതി. അപ്പൊ തൈര് ഒഴിച്ചു കൊടുത്തു. അപ്പൊ 250 അല്ലേ? അതൊരു 500ന്റെ അല്ലേ? 250 ഗ്രാം അല്ലെ? 500. അപ്പൊ 250 ഗ്രാം തൈര് ഒഴിച്ചു കൊടുത്തു. 1 കിലോ അരിക്ക് 1.5 കിലോ ഇറച്ചി. അത് മാത്രമേ നമുക്കിപ്പോ കണക്കായിട്ട് പറയാൻ പറ്റൂ അല്ലേ? അപ്പൊ തൈര് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഇറച്ചി മസാലയൊക്കെ കൂടെ നന്നായിട്ട് പരുവായിട്ടുണ്ട്. ബിജു ചേട്ടന്റെ മേൽനോട്ടത്തിലായിരുന്നു നമ്മുടെ കൂട്ടായ്മ ബിരിയാണിയുടെ ഇറച്ചി മസാലയൊക്കെ. ആമേ ഈശ്വര. ആർക്കാ ടേസ്റ്റ് ഞാൻ കൊടുക്കില്ല. ഏറ്റവും നന്നായിട്ട് ഇതിൽ കുറ്റം പറയുന്ന ആരാ? അത് ശരിയാ, പറയത്തില്ല. ഭാര്യ ചെയ്യുന്ന ഒറ്റ കാര്യത്തിന് കുറ്റം പറയത്തില്ല. നമ്മുടെ ഗ്രേസി അമ്മൂമ്മ പറഞ്ഞില്ലേ, കുറ്റം പറഞ്ഞാ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെയല്ലേ വരണ്ടേ. മാങ്ങടെ ഒരു പിടി പിടിച്ചേ. എന്നാ കൈ അത് ചൂടൊന്നുമില്ല, കൊടുത്തു. പറഞ്ഞ പോലെ എങ്ങനെയുണ്ട്? മറ്റേ ഇത് അത് സ്ഥിരം പല്ലവിയാ. അസാധ്യ മസാല കൂട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്.
ഈ ബഹളത്തിന്റെ ഇടയിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ കൂട്ടായ്മയുടെ രുചി ദൈവം എന്തായാലും അതിന് കൊടുത്തിരിക്കും എന്നല്ലേ ബിജു ചേട്ടാ? ഇനി അപ്പൊ നമുക്ക് റൈസ് മിക്സ് ചെയ്യാം. റൈസ് പോരട്ടെ ബിജു ചേട്ടാ? നമുക്ക് വറുത്തതൊക്കെ ഉണ്ട് ഇവിടെ. എന്തൊക്കെയാ ഇത്? നമ്മള് കിസ്മിസ് നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇത് സവാള അല്ലേ ആന്റി? സവാള വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും വറുത്തത് മുഴുവൻ ഇടരുത്. ആഹാ, കൂട്ടായ്മ ബിരിയാണിയുടെ അല്ല ഇത് സൈഡിലോട്ടൊക്കെ ഇതേ അതിന്റെ അകത്ത് ഇടാനുള്ളതാ. ഓ അത് ശരി, അതാ കുറച്ചിങ്ങോട്ടും അങ്ങ് ഇടാന്ന് വിചാരിച്ചു. ഒന്ന് ഇളക്കിയിട്ട് അതിന്റെ അടി അല്ല ഇത് അതിന്റെ നട്ട്സ് അതിന്റെ അടിക്കാണ്. അപ്പൊ നട്ട്സും ഉണ്ട് കിസ്മിസും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇനി ഇതും കൂടെ നമുക്ക് പതുക്കെ അങ്ങ് വിതറി കൊടുക്കാം. അങ്ങനെയൊക്കെയാ. ഓ ഇനി മുട്ടയുണ്ട്. ഈശ്വര, ഈ ബിരിയാണിയുടെ യാത്ര ഡെക്കറേറ്റീവ് ആയിട്ട് അങ്ങ് വെച്ചോ. എല്ലാം ബാക്കിയല്ലേ? പട്ടച്ചാരായ ഒഴിച്ച് കൊട്ടാരം. ഓക്കെ. ആ ബിരിയാണിയുടെ ഭംഗി നോക്കണേ. അതായത് വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും എല്ലാരും ഒത്തുചേർന്ന് ചെയ്യുമ്പോൾ ആ ബിരിയാണിക്ക് തന്നെ ഒരു കോരിത്തെരിപ്പ് ഉണ്ടായിരിക്കുകയാണ്. അല്ലേ അല്ലേ അല്ലേ? ഭംഗിയുണ്ടല്ലേ? അത് പറയുമല്ലോ. ഭംഗിയുണ്ട് തീർച്ചയായിട്ടും ചേട്ടാ, ഞാൻ വെറുതെ പറയില്ല. നല്ലൊരു ഭംഗിയുണ്ട്, റഫ് ലുക്ക് ഉണ്ടല്ലേ? അപ്പൊ മുട്ട വെച്ച് കൊടുത്തു. ഇനി അവസാനമായിട്ട് നെയ്യൂടെ അങ്ങ് പതുക്കെ അങ്ങ് ചാർത്തി കൊടുക്കുകയാണ് അവിടെ ഇവിടെ ആയിട്ട്. ഒരേ ആന്റി തടവി കൊടുക്കണം. ഓ ആന്റിക്ക് ആ വാക്കൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ആന്റിയുടെ വായിലും കപ്പൽ ഓടുക അല്ലേ? ആന്റി എങ്ങനെ? മതി മതി മതി. അടച്ചു വെച്ചോ ചേട്ടാ. ഇനി ഒരു ചെറിയ അടിയിൽ ചെറിയ തീ ഉണ്ട് ഇപ്പോഴും. ഇതൊന്നും ആരെങ്കിലും ഒന്ന് ഇരിക്കണമല്ലോ. മാമച്ചാനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. ഇവിടെ ബ്രേക്ക് ഇല്ല, ഇവിടെ ബ്രേക്കും ഇല്ല, ക്ലച്ചും ഇല്ല. മാമച്ചായ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി കുഴിച്ചെടുക്കേണ്ടി വരും. ഇതെല്ലാവരും കൂടെ അങ്ങ് താഴെ പോകും. അപ്പൊ തൽക്കാലം നമുക്ക് ഇതവിടെ ഇടയായിട്ടിരിക്കട്ടെ. ഇനി കുട്ടികൾക്ക് അതൊക്കെ അവരൊക്കെ വിശന്നൊരു പരുവായിട്ടിരിക്കുക. രാവിലെ തൊട്ടേ തുടങ്ങിയ ബഹളമല്ലേ അല്ലേ? അപ്പൊ ഇനി അവർക്ക് ആഹാരമൊക്കെ കൊടുത്ത് നമ്മൾ എന്നും കൂടെ ഒന്ന് എനർജിയൊക്കെ എടുത്ത് ലാസ്റ്റ് ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് നമ്മൾ അങ്ങ് കർട്ടൻ ഇടാൻ പോവാണ് അല്ലേ? അപ്പോൾ കൂട്ടായ്മ ബിരിയാണിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നമുക്ക് തന്നെ ഒരു അഭിനന്ദനം കൊടുക്കാം. കൈയടിച്ച് പാസ്സാക്കിക്കോ. ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ നമ്മുടെ രസക്കൂട്ടുകളുടെ ക്രിസ്മസിന് നമ്മൾ കർട്ടൻ ഇടാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് എന്തായിരിക്കും കൊടുക്കേണ്ടത്? ക്രിസ്മസ് ആശംസകൾ. അപ്പോ ഞാനൊരു കൗണ്ട് ഡൗൺ തരാം കേട്ടോ. അതിനനുസരിച്ച് ഞാൻ കൊടുത്തേക്കണേ. നല്ലൊരു ഉശിരൻ ക്രിസ്മസ് വിഷ്. റെഡി? 1, 2, 3 and start. Merry Christmas! Jingle, jingle bells, Uncle Santa Claus, come, 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 in our hearts and homes. Jingle, jingle bells, Uncle Santa Claus, come, 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 in our hearts and homes. Jingle, jingle bells, Uncle Santa Claus, come, 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 in our hearts and homes.